ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ 5 മിനിറ്റിൽ തന്നെ കുക്കറിൽ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി മന്തിയുടെ റെസിപ്പിയാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ 5 മിനിറ്റിൽ തന്നെ നമുക്ക് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാവുന്ന നല്ലൊരു മന്തിൻ്റെ റെസിപ്പി തന്നെയാണിത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു മന്തി തന്നെയാണിത്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇതിനായിട്ട് ഞാനൊരു കുക്കർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കുക. സൺഫ്ലവർ ഓയിൽ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ഒഴിച്ച് കൊടുത്താൽ മതിയാകും. ഇനി ഇതിലേക്ക് ഒരു സവാള കട്ട് ചെയ്തത് കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചതച്ചതാണ്. ഇതുകൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഏലക്കായ, പട്ട, ഗ്രാമ്പൂ, ഇതും കൂടി നമുക്കിതിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഞാൻ ഇതിലേക്ക് ചിക്കനിലേക്ക് ലേശം കളർ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ ചിക്കൻ നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഞാനിതാ ഈ നേരത്തെ വഴറ്റി വെച്ച സവാളയിലേക്ക് ഈ ചിക്കനും കൂടി എടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഈ ഇഞ്ചി, വെളുത്തുള്ളിയും പച്ചമുളകിൻ്റെയൊക്കെ മസാല ഇതിൽ നന്നായിട്ടൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ഇങ്ങോട്ട് വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ ഒരു മുറി നാരങ്ങയുടെ നീര് പിഴിഞ്ഞ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് മന്തി മസാലപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. മാഗി ക്യൂബ് ഇല്ലാത്തത് കൊണ്ട് തന്നെ ഞാൻ മന്തി മസാലപ്പൊടി കുറച്ച് കൂടുതൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. മാഗിയുടെ ഒരു ടേസ്റ്റ് കിട്ടാനായിട്ട് മാഗി ക്യൂബ് ഉണ്ടെങ്കിൽ ഒരു മാഗി ക്യൂബും മന്തി മസാലപ്പൊടിയും കുറേശ്ശെ ചേർത്ത് കൊടുത്താൽ മതിയാകും. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടത് 1 സ്പൂൺ ചെറിയ ജീരകപ്പൊടിയാണ്. ചെറിയ ജീരകപ്പൊടി ഇതിലേക്ക് നിർബന്ധമായിട്ടും ചേർത്ത് കൊടുക്കണം. അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ വലിയ ജീരകത്തിൻ്റെ പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഞാനിത് മന്തി റൈസ് 1 മണിക്കൂർ വെള്ളത്തിൽ കുതിർക്കാൻ വെച്ചതാണ് കേട്ടോ. നമ്മുടെ മന്തിക്ക് നല്ലൊരു സോഫ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് 1 മണിക്കൂറെങ്കിലും വെള്ളത്തിൽ കുതിരാൻ വെക്കണം. ഞാനിതാ ഇതിലേക്കിട്ട് നേരത്തെ വഴറ്റി വെച്ച ചിക്കനിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഈ റൈസ് ഇളക്കി കൊടുക്കാം. 1 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളമാണ് കേട്ടോ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അരി 1 മണിക്കൂർ കുതിരാൻ വെച്ച് തന്നെ പെട്ടെന്ന് വെന്ത് കിട്ടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് 1.5 കപ്പ് വെള്ളം തന്നെ മതിയാകും. അപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് നമുക്കിതൊന്ന് അടച്ച് വെച്ച് ഒരു ഫ്ലെയിം കൂട്ടി വെച്ചിട്ട് തന്നെ വിസിലടിച്ച ശേഷം ഒന്ന് ഓഫാക്കാം. ഒരു വിസിലടിച്ചതിന് ശേഷം ആവിയൊക്കെ നന്നായി പോയി ഞാൻ തുറന്ന് നോക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതാ വെന്ത് വന്നിട്ടുണ്ട്. നമ്മുടെ മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് ചൂടാറിയതിന് ശേഷം അരിയൊക്കെ നന്നായിട്ട് വേറിട്ട് കിട്ടും. അപ്പോൾ നല്ല ചൂടോടെ എടുത്തത് കൊണ്ടാണ് കേട്ടോ അതിങ്ങനെ ഒട്ടിപ്പിടിക്കുന്നത് പോലെ തോന്നുന്നത്. അപ്പോൾ നേരത്തെ നമ്മൾ ഉള്ളി വഴറ്റുന്ന സമയത്ത് തന്നെ ക്യാപ്സിക്കം, മല്ലിയിലൊക്കെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. എൻ്റെ കയ്യിലില്ലാത്തത് കൊണ്ട് ചേർത്ത് കൊടുത്തിട്ടില്ല. അപ്പോൾ ഇതാ നമ്മുടെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന മന്തി റൈസ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ചൂടാറി വന്നാൽ ഒന്നും ചൂടാറിയതിന് ശേഷം ഇതെല്ലാം അരിയൊക്കെ ഒന്ന് വേറിട്ട് കിട്ടും. അപ്പോൾ അതൊക്കെ വേണ്ട ഒന്നൊന്ന് ഇളക്കി കൊടുക്കാൻ, അല്ലെങ്കിൽ ഈ അരി പൊട്ടിപ്പോവാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതൊക്കെ ഇങ്ങനെ അടിയിൽ നിന്ന് ഇളക്കി കൊടുത്ത് എല്ലാ ഭാഗവും ഒന്ന് യോജിപ്പിച്ചെടുക്കാം. ചിക്കനൊക്കെ എല്ലാ ഭാഗത്തും നിന്ന് എത്തുന്ന വിധത്തിൽ യോജിപ്പിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ മയോണൈസൊക്കെ കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു മന്തിയാണ്. ഇതിലേക്ക് പ്രത്യേകിച്ച് ചിക്കൻ ഫ്രൈൻ്റെ ആവശ്യമൊന്നുമില്ല. അതിങ്ങനെ തന്നെ കഴിച്ചാലും നല്ലൊരു ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ മക്കൾക്കൊക്കെ എന്തായാലും ഇഷ്ടപ്പെടും. നിങ്ങൾ എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കുക. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.